ഇപ്പൊ വീട്ടിൽ ഒരു അനക്കവും ഇല്ല, അച്ചമ്മച്ചി ഇല്ല. അച്ഛൻ ഏലത്തിന് കുറച്ച് വളമൊക്കെ എടുക്കാനായിട്ട് കമ്പം വരെ പോയേക്കുവാ. ചേട്ടാച്ചൻ ജിമ്മിലും പോയി, ഇപ്പൊ വരാറായി കാണും. ഇപ്പം അനക്കമൊന്നും ഇല്ല വീട്ടിൽ. അമ്മ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ ചിക്കൻ മേടിച്ചു വന്നിട്ടാ പോയെ. അപ്പൊ എന്നാന്ന് പോയി നോക്കാം. ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുവാ അമ്മ ഇന്നത്തെ സ്പെഷ്യൽ? സ്പെഷ്യലേ അച്ഛൻ ചിക്കൻ വാങ്ങിച്ചോണ്ട് തന്നിട്ടായിരുന്നു പോയത്. അപ്പൊ ഞാൻ ഓർത്തു നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നല്ല തണുപ്പത്തിരിക്കാൻ. അങ്ങനെ ഓർത്തപ്പോഴാണ് കുഞ്ഞിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുഞ്ഞിയെ വീഡിയോ എടുക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നായിരുന്നു അറിയോ, നോർമൽ ചിക്കൻ കറിയും വെച്ച് നമ്മുടെ മറ്റേ വെള്ള അരി ഇരിപ്പുണ്ടല്ലോ, ജീരക റൈസ് പോലത്തെ, ആ റൈസ് വെച്ച് ചോറും വെക്കാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം നല്ല അടിപൊളിയായിട്ടൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. ബിരിയാണി റൈസ് അല്ലേ? ബിരിയാണി റൈസ്. അതിന് വെള്ളം വെച്ച് അപ്പം ബിരിയാണി റൈസും ചിക്കൻ കറി രാത്രിയിലത്തേക്ക്. നമ്മുടെ ചോറിനുള്ള വെള്ളം നിലച്ചിട്ടുണ്ട്. പറ്റിച്ചല്ലോ, ഞാൻ ഓർത്ത് റൈസ് ഇട്ടേക്കുവാന്ന്. റൈസ് ഇടാനായിട്ട് അതിനകത്ത് ഉപ്പിടാം, അരിക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ ചിക്കൻ കറി ഒന്ന് മൂടി വെച്ചേക്കാവോ, അത് അവിടെ കിടന്ന് വേകട്ടെ. ഓക്കെ. വെള്ളം തിളച്ച് കഴിയുമ്പോ നമുക്ക് അരിയിടാം. ഈ ടിൻ മേടിച്ചോണ്ട് വെച്ചിട്ടേ അതിന്റെ അകത്തൊന്നും ഇടുന്നില്ല. ഞാനത് എടുക്കുവാണ്, നാളെ വല്ലതും ഉണ്ടാക്കാം. അതിനകത്ത് കുറെ സാധനങ്ങൾ, പൊടികളെല്ലാം കൂടെ നിറച്ചു വെക്കാന്ന് വിചാരിച്ചായിരുന്നു. മറ്റേ അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ എല്ലാം കൂടെ. എനിക്കതൊന്ന് നിറയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് അടുക്കി വെച്ചെന്നേ ഉള്ളൂ. എടുത്തോണ്ട് പോയേക്കല്ലോ, എനിക്ക് ആവശ്യമുണ്ട്. നോക്കട്ടെ. ചേട്ടാച്ചൻ കൊണ്ടുപോകാതെ ഞാനൊരു തരത്തില്ല സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ചിക്കൻ കറി റെഡിയായി. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാവേ. ഞാനുണ്ടല്ലോ ശരിക്കും പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിരുന്നു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. പക്ഷെ അത് ചീറ്റിപ്പോയി. നമുക്കിനി നല്ലപോലൊരു ദിവസം ഉണ്ടാക്കാവേ. എനിക്ക് ഗൂഗിൾ മീറ്റ് ആയി പോയി, പിന്നെ ക്ലാസ് ആയിപ്പോയി. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് തൽക്കാലം ചിക്കൻ, സാധാ ചിക്കൻ കറി, റൈസും വെച്ചു. ജീരക റൈസ്. കമ്പത്തിന് പോയിട്ട് എങ്ങനെയാണ്? കമ്പത്ത് മഴയാണോ? കമ്പത്ത് മഴയൊന്നുമില്ല. ഇല്ലേ? ഇവിടെ മഴ പെയ്താൽ നമ്മള് ഒരു ചായക്കട കയറി ചായ കുടിക്കാനായിട്ടേ നിന്നിട്ട് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ വന്നിട്ടാ ചായ കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, കമ്പത്ത് പോകാം, എന്നിട്ട് അവിടെ ചായക്കട തുടങ്ങി അവിടെ എങ്ങനെ ജീവിക്കാം. അവിടെ 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണത്തിലും ഒരു 100 പേരെ കാണും. ഭയങ്കര തിരക്കായിരുന്നു. അത് എപ്പോ ചെന്നാലും അതെ. ഞാൻ പറഞ്ഞു, എന്നാ ചായ കുടിക്കണോ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. നമുക്കൊരു വടയും ചായയും കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അവിടെ കയറി ഒരു ചായയും വടയും പറഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അതുപോലെ തിരക്കാവിടെ. അവിടെ ചെല്ലണം, ബിസിനസ് ചെയ്യുന്നത്. അത് എല്ലാ കടയിലും അതെ. ഒരു ചായ, ചെറിയൊരു ചായക്കടയിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവിടെ. ആൾക്കാർ വരുന്നു, ചായ കുടിക്കുന്നു, വട കഴിക്കുന്നു, പിന്നെ അവിടെ ഇരുന്ന് വീണ്ടും കഴിക്കുന്നു. അവർക്ക് ചായ കുടിക്കുന്നതിന് സമയമൊന്നുമില്ല. എപ്പോൾ ചെന്നാലും ചായ കുടിക്കും. പിന്നെ അതുമല്ല, ആ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. എനിക്കതുകൊണ്ട് അവിടുത്തെ ഭയങ്കര ഇഷ്ടം. ഒരു മിഷ്യനോ അല്ലെങ്കിൽ അവനുണ്ടാക്കുന്ന എന്തോ ഒരു ടേസ്റ്റ് ആണല്ലേ. ആ ചായ നല്ലപോലെ വെന്തെടുക്കുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. എന്നാണോ അങ്ങനെ. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നവരെല്ലാം അവിടെ പോയി ചായ കുടിക്കുന്നുണ്ട്. ഇവിടുത്തുകാർ കുടിക്കുന്നതിനും കൂടുതൽ അവിടുത്തുകാരും കുടിക്കുന്നു. അവരെപ്പോഴും ചായ കുടിച്ചോണ്ടേ ഇരിക്കുള്ളൂ. ചേട്ടാച്ചൻ എന്ത് ചെയ്യടാ? കുളിച്ചൊന്നും നോക്കി കഴിക്കാം നമുക്ക്. ചിക്കൻ കറിയും എന്തോ റൈസും എന്തോ. ഞാൻ കുറച്ച് ചള്ളാസും കൂടെ ഉണ്ടാക്കാവേ. പച്ചമുളകും സവോളയും അരിഞ്ഞ് ഉപ്പ് വിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കുക. വേണ്ട, അവനെന്നാ എന്നോട് പറയുമായിരുന്നെങ്കിൽ അവിടെ നല്ല ഒന്നാം തരം നാടൻ ഏത്തക്കൊല ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു. ഇന്നലെ വെട്ടുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു പറമ്പിൽ നിന്ന്. ഇത് അവിടുന്ന് വാങ്ങിച്ചായിരിക്കും, ഇവിടുന്നായിരിക്കും വാങ്ങിച്ചത്. അല്ല, ഇത് നാടൻ കാ അല്ല അല്ലേ, ഇത് തമിഴ്നാടാണ്. അതെ, ഏത് നാട്ടിലായാലും കുഴപ്പമില്ല. ഇവിടെ വെട്ടുന്നുണ്ടായിരുന്നു, അത് വേണോന്ന് ചോദിച്ചായിരുന്നു. ഇന്ന് ഉച്ചക്കേ ഇവിടെ ആരും ഇല്ലായിരുന്നോണ്ടേ കഴിക്കാനൊരു സുഖമില്ലായിരുന്നു.
അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചില്ല. എന്നിട്ട് വൈകിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാ കഴിച്ച് കഴിച്ചില്ലായിരുന്നോ? അന്നേരം ഞാൻ പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ശകലം ചോറ് കഴിച്ചു. അതുകൊണ്ട് വൈകുന്നേരം ബിരിയാണി കഴിക്കാലോ. അതെ, ബിരിയാണി അല്ല, റൈസും ചിക്കനും. ബിരിയാണി പോലെ തന്നെ, പക്ഷെ കുറെ ഇതില്ലെന്നേ ഉള്ളൂ. അതൊന്നും ഇടുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. അത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം കാണുന്നവര് ഒറിജിനൽ ബിരിയാണിയുടെ ഒക്കെ നാട്ടിൽ നിന്നുള്ളവരായിരിക്കും. നാളെ എല്ലാത്തിനെയും കൊണ്ടുപോയി മുടി ഫുള്ള് വെട്ടിക്കണം മൊത്തം. മുട്ട അടിക്കാം നാളെ. ആയോ? റൈസും എല്ലാം എടുത്ത് വിളമ്പിക്കോ. റൈസും കൂടെ എടുത്തേക്കാം. ചൂട് ഇതാദ്യം നിനക്ക് ഗണപതിക്ക് ആണോ? എനിക്ക് ശകലം പ്രോട്ടീൻ കൂടുതലാവുന്നു. നീ പ്രോട്ടീൻ കുറച്ച് കഴിച്ചാൽ. അത് കേൾക്കണം. ഞാൻ ഇന്ന് ചെന്നിട്ട് പറഞ്ഞു ഷെയ്ക്ക് ഉണ്ടാക്കണോ, കഞ്ഞിയും അല്ല കഞ്ഞി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കഞ്ഞി ഉണ്ട്, ഷെയ്ക്ക് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഷെയ്ക്ക് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞു കഞ്ഞിയല്ല റൈസും ചിക്കനും ആണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഷെയ്ക്ക് ഉണ്ടാക്കിയോ? ഇല്ല. എന്നാ ഉണ്ടാക്കണ്ട കേട്ടോ. അങ്ങനെ അതെ അതെ, ഈ അരി നല്ല ടേസ്റ്റ് അല്ലേ? അരിയാ. ഞാൻ ഓർക്കുവായിരുന്നേ, ചുമ്മാ തിന്നാൻ നല്ല ഇതാ, കറിയൊന്നുമില്ല. ചുമ്മാ കഴിച്ചു നോക്കി. ശകലം ഉപ്പൊഴിച്ച് ചുമ്മാ കഴിക്കാം അല്ലേ? നല്ല ടേസ്റ്റാ ചൂടോടെ. നല്ലതാടാ, നീ കഴിച്ചു നോക്കി. നീ ചുമ്മാ ഒന്ന് കഴിച്ചു നോക്ക്. ചുമ്മായോ? ചൂടാ, പക്ഷെ ചൂടോടെ കഴിക്കണം, ചുമ്മാതെ. കൊള്ളാം, സൂപ്പറല്ലേ? ചുമ്മാ കഴിക്കാൻ. കറിയില്ലായിരുന്നു തിന്നാവുന്ന ചോറാണ്, ബസ്മതി റൈസ്. ചമ്മച്ചിയെ വിളിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ മെനു ഒക്കെ വിളിച്ച് പറഞ്ഞേ. വിളിച്ചായിരുന്നു, ചമ്മച്ചി ഇല്ലായിരുന്നോണ്ട് ഉച്ചക്കാരും ചോറുണ്ടില്ല. അങ്ങനൊക്കെ പറയണം. ഇനി വൈകുന്നേരം ഇന്നതായിരുന്നു മെനു. അപ്പൊ അടിപൊളി ടേസ്റ്റ് അല്ലേ സംഭവം? ഇനി ഈ സൈസ് ചോറ് മതി കേട്ടോ, സ്ഥിരമായിട്ട്. വേറെ പ്രത്യേകിച്ച് കറി വെക്കണ്ട. നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒന്നേലും കമ്പത്തിന് പോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് വാങ്ങിക്കാം അല്ലേ? തക്കാളി ചോറൊക്കെ കഴിച്ചാൽ മതിയല്ലോ ഓരോ ദിവസം. അതെ, തമിഴ്നാട്ടിൽ വെക്കുന്ന പോലെ സാമ്പാർ സാധം, തൈര് സാധം. ഇന്ന് പോയപ്പോൾ പുതിയൊരു മില്ല് കണ്ടുപിടിച്ചു കേട്ടോ. കൂടെ വന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഷെയ്സൈ. എന്നോട് പറഞ്ഞു അവിടെ ഒരു മില്ലുണ്ട്, അവിടെ നല്ല സാമ്പാർ പൊടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പുള്ളി സാമ്പാർ പൊടി വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വാങ്ങിക്കാം. അവിടെ തന്നെ പൊടിക്കുന്നല്ലേ? അവിടെ പൊടിക്കുന്ന മഞ്ഞളും മല്ലിയും മുളകും എല്ലാം. അവരുടെ ചായക്കും മസാലയ്ക്കും എല്ലാം ഒരു ടേസ്റ്റാ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ? അമ്മ തന്നെ നാളെ ഇവിടെ ഇറക്കി വിടും, തമിഴ്നാട്ടിൽ പോക്കാം. ശരിയാ. അപ്പോൾ എന്നാണ് നല്ല അടിപൊളി സൂപ്പർ ചോറും റൈസും ചിക്കനും ആയിരുന്നു അല്ലേ? കഴിച്ച് നോക്കിയിട്ട് സൂപ്പർ അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.